മൂന്നാമത്തെ സ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായം 35 തൊട്ട് 39 വരെയുള്ള ശ്ലോകങ്ങളാണ്. സ്വന്തം മക്കളുടെ ശിരസ്സിൽ കൈവച്ചിട്ട് അമ്മമാർ ചെല്ലിയാൽ ഫലിക്കുന്നതാണ് ഇതിൻ്റെ ഫലം. അനുഗ്രഹിച്ചുകൊണ്ട് ചെല്ലുക. അഗ്രതസ്തേംബികാപാതു പാർവതീപാതു പൃഷ്ഠത അപർണാപാർച്ചയോ പാതു ശിവ സർവത്ര സാമ്പ്രതം വാരാഹി വിഷമേ മാർഗേ ദുർഗാ ദുർഗേഷു ഗർഹിചിത് കാളികാ കലഹേ ഘോരേ പാതു ത്വാം പരമേശ്വരി മണ്ഡപേ തത്ര മാതംഗീ തഥാ സൗമ്യാ സ്വയംവരേ ഭവാനി ഭൂപമധ്യേതു പാതു ത്വാം ഭവമോചിനി ഗിരിജാ ഗിരിദുർഗേഷു ചാമുണ്ഡാ ചത്വരേഷു ച കാമകാ കാനനേഷ്വേവം രക്ഷത്തു താം സനാതനി വിവാദേ വൈഷ്ണവീ ശക്തിരവതാത്വാം രഘുദ്വഹ ഭൈരവീ ചരണേ സൗമ്യ ശത്രുണാം വൈ സമാഗമേ സർവദാ സർവദേശേഷു പാതുത്വാം ഭുവനേശ്വരി മഹാമായാ ജഗദ്ധാത്രി സച്ചിദാനന്ദരൂപിണി. ഇങ്ങനെ 5 ശ്ലോകങ്ങൾ. ഇത് കാണാപ്പാടം പഠിക്കുക. ദേവീ കവചമൊക്കെ ഇപ്പോൾ ദേവി മഹാത്മ്യത്തിലൊക്കെയുള്ള ദേവീ കവചമൊക്കെ മുഴുവൻ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഈ 5 ശ്ലോകങ്ങളും ദേവീ കവചമാണ്. ഇത് നിത്യേന ചെല്ലുന്നത് സർവരക്ഷയാണെന്നാണ്. ഇത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മക്കളുടെ ശിരസ്സിൽ കൈവച്ചിട്ട് പെറ്റമ്മമാർ ജപിച്ചാൽ അവർക്ക് സകല രക്ഷയും കിട്ടും. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ അവർക്കൊരു രക്ഷ ദൃഷ്ടി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മടിയിലിരുത്തിയിട്ട് തലയിൽ കൈവച്ച് ജപിക്കുക. വൈഷ്ണവത്തിൽ നവനീത കൃഷ്ണൻ്റെ വെണ്ണക്കണ്ണൻ്റെ മന്ത്രം ജപിപ്പിക്കും. പെറ്റമ്മമാർക്കാണ് ജപിക്കാനുള്ള അർഹത. അത് വേറെ ആരും ജപിച്ചിട്ട് അല്ലേ. കുഞ്ഞുവാവളെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ ഉഴിഞ്ഞുകൊണ്ട് ജപിക്കണമെന്ന്. ഉഴിഞ്ഞുകൊണ്ട് തല തൊട്ടിട്ട് പുറകിലിങ്ങനെ ഒഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുമല്ലോ കഴുത്തൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ മുതുകത്ത് ഇങ്ങനെ ഒഴിഞ്ഞ് ജപിക്കേണ്ടതാണെന്നാണ്. ദൃഷ്ടിയൊക്കെ മാറാൻ ചില കുട്ടികൾക്ക് ഭക്ഷണം ദഹിക്കാണ്ട് വരും. അങ്ങനെയൊക്കെ ഉള്ളതിന് നവനീത കൃഷ്ണൻ്റെ ഉണ്ട്. അതേപോലെ രക്ഷയ്ക്ക് ഏത് പ്രായത്തിലുള്ള മക്കൾക്കും ഈ കവചം ധരിപ്പിക്കാവുന്നതാണ്.